വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാലടി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സിദ്ദിഖ് സിയെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ റോവർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കാലടി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ CA സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ പ്രായത്തിൽ നമുക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം, നമ്മൾ മുഖം തിരിക്കുന്ന ഒരു കാര്യവും ഈ ഉപദേശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപദേശമായിട്ട് കാണണ്ട, എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞങ്ങൾ ഈ പറയുന്ന വാക്കുകൾ എന്ന് വെച്ചാൽ നിങ്ങളോടുള്ളൊരു ഒരു ഒരു വിരോധം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ജീവിതം എന്ന് പറയുന്ന യാത്രയിൽ നിങ്ങളെക്കാൾ കുറേ ദൂരം അല്ലേ, കുറേ ഞങ്ങളുടെ പ്രായത്തിന് മാനിച്ചൂടെ ഞങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രായത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ കുറേ ദൂരം മുന്നിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞു, കുറേ യാത്ര പോയി. നമ്മളിപ്പോൾ ഒരു യാത്ര അങ്ങനെ റോട്ടിൽ കൂടെ നിങ്ങൾ പോകാമെന്ന് കൂട്ടുക. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കുറേ സൈൻ ബോർഡുകൾ കാണില്ലേ, ഒരു വലിയൊരു കുത്തനെ ഒരു ഇറക്കമുണ്ട്, ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു സിഗ്നൽ കാണിക്കുന്ന സൈൻ ബോർഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വലിയൊരു വളവുണ്ട്, കർവുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് പോകണേ എന്നൊരു സൂചന അതിലുണ്ടാകും. അപ്പോൾ ഞങ്ങളെയൊക്കെ നിങ്ങൾ അത്തരം സൈൻ ബോർഡുകളായിട്ട് മാത്രം കണ്ടാൽ മതി. ഞങ്ങളുടെ യാത്രയിൽ കണ്ട അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നാളെ നിങ്ങൾ ഞങ്ങളുടെ പിറകെ വരുന്ന യാത്രക്കാരായതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധ എത്രത്തോളം ആവശ്യമാണ് എന്ന് ഒരു കാര്യമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉപദേശമായിട്ട് കാണണ്ട. നിങ്ങൾ നല്ലൊരു ലൈഫ്, ഒരു ഹൈ പ്രൊഫൈൽ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കത് അച്ചീവ് ചെയ്യണോ? അതാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതി, ഒരു ആവറേജിൽ പോയാൽ മതി. നിങ്ങൾ അങ്ങനെയാണ് പോകാൻ കരുതുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വേറെ കണ്ടീഷനൊന്നുമില്ല, ഒരു ബാരിയറും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. നേരെ മറിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അഭിമാനത്തോടെ ആളുകളോട് പറയാൻ കഴിയുന്ന എന്താണ് ജോലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാലേ ഒരു തല താഴ്ന്നു പോകാതെ നിവർന്നു നിന്ന് നല്ല അന്തസ്സോടുകൂടി ആളുകളോട് പറയാൻ, ഞാൻ ഇന്ന ഫീൽഡിൽ ജോലി ചെയ്യുന്നു, ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രൊഫൈല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കുറേ ശ്രദ്ധ പുലർത്തിയേ മതിയാവൂ. 1500ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ അക്ഷരഗ്രാമമായ വളയൻചിറങ്ങരയുടെ അഭിമാന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ റോവർ സ്കൗട്ട്സ് ആൻഡ് റേഞ്ചേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തന്നെ കുട്ടികളെ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന ആ വിപത്തായ ലഹരിയെ ഒഴിവാക്കുന്നതിനും അതിനാവശ്യമായ ബോധവൽക്കരണം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇവിടെ സ്കൗട്ട് ഗൈഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന് ഇവിടെ എത്തുകയും ആ ഉദ്ഘാടനത്തിന് ശേഷം ലഹരി വിരുദ്ധ ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അതിൽ കുട്ടികളുടെ അവബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒപ്പ് ശേഖരണവും നടത്തുകയുണ്ടായി. ഏതൊക്കെയായാലും നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പുതു തലമുറയെ അവരെ നശിപ്പിച്ച് കളയുന്ന ആ ലഹരിയുടെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് വളയൻചിറങ്ങര സ്കൂളും ചെയ്യുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളാണ് നാളെ നമ്മെ പരിരക്ഷിക്കേണ്ടത്, ഈ ലോകത്തെ നിലനിർത്തേണ്ടത്. ഈ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ആ കുട്ടികളെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന, അവരെ തകർത്ത് കളയുന്ന ആ ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കുക, അനാവശ്യ ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ലഹരി വേണം, എന്ത് ലഹരി? കുടുംബത്തെ രക്ഷിക്കുന്ന, സ്വയം രക്ഷപ്പെടുന്ന, സമൂഹത്തെ രക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ലഹരി. അത് തൻ്റെ ജോലി, തൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റുന്ന ലഹരി. ആ ലഹരിയാണ് നമുക്ക് വേണ്ടത്, അല്ലാത്ത ഒരു ലഹരിയും നമുക്ക് വേണ്ട. ജയ് HSSV. +2 സയൻസ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായി ഏകദേശം 380ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. അക്കാദമിക മികവിനൊപ്പം ലഹരി വിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും സ്കൂൾ പ്രാധാന്യം നൽകുന്നുണ്ട്. 2009 ഞാൻ ഡി-അഡിക്ഷൻ കൗൺസിലിംഗ് പഠിക്കാൻ പോകുന്നത്. ഡി-അഡിക്ഷൻ കൗൺസിലിംഗ് പഠിച്ചപ്പോഴാണ്
സ്കൂളുകളിലും കോളേജിലും നടക്കുന്ന കുറേ കുട്ടികളെയും മറ്റ് നമ്മുടെ പൊതുവിലുള്ള കുറേ കുടുംബങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയത്. അന്ന് 2009 ഞാൻ ഇത് ചെയ്യുമ്പോൾ ലഹരി കഴിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ബീഡി വലിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതുള്ളായിരുന്നു. അത് ശരിക്കും ആൺകുട്ടികളായിരുന്നു. പെൺപിള്ളേർ അതിലേക്ക് വരുന്നില്ല, പെൺപിള്ളേർ ആ പാട്ടിലേ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ പെൺപിള്ളേരും അതിൻ്റെ അകത്ത് സമത്വം പാലിച്ചു കഴിഞ്ഞു. ലഹരി എന്ന് പറയുന്നതിൽ ലഹരി വേണ്ട എന്നല്ല, ലഹരി വേണം. അത് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ലഹരി വേണം. നമ്മുടെ കുടുംബങ്ങളെ നോക്കാനായിട്ട്, നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കാനായിട്ട്. അപ്പോൾ സാറിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അധ്യാപനം എന്ന ഒരു ലഹരിയിലാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ സാറാണെങ്കിൽ ഒഫീഷ്യലി സാറ് രാജ്യത്തെ സേവിക്കുക, നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലഹരിയിലാണ് സാർ ജീവിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ ലഹരി വേണം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. അതുകൊണ്ടൊരു ഗുണവും ആർക്കും ഇല്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, കാണുന്നുണ്ട്. അവിടെയൊക്കെ മാതാപിതാക്കൾ കരയാനായിട്ട് മറന്നു പോയിട്ട് ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന അവസ്ഥ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് അവരോട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ബോസ് സാറ് പറഞ്ഞതുപോലെ, മാനേജർ സാറ് പറഞ്ഞതുപോലെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സാറ് പറയാൻ പോകുന്നു. അപ്പം നമുക്ക് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നല്ല പഠനം, നല്ല ജോലി, നല്ല ഭാവി, നല്ല ലക്ഷ്യങ്ങൾ മാത്രം നമ്മൾ ലഹരിയായിട്ട് എടുത്താൽ മതി. അപ്പം ഇന്നത്തെ ക്ലാസ് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാവട്ടെ ഈ സ്കൂളിനും സ്കൗട്ട് ഗൈഡ് യൂണിറ്റിനും. നിങ്ങൾ വേണം ഇനി വരുന്ന ഫസ്റ്റ് ഇയേഴ്സിലേക്ക് അത് കൈമാറാൻ വേണ്ടിയിട്ട്. കുറച്ച് എല്ലാവരെയും എടുത്ത് ക്ലാസ് കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറേ കുട്ടികൾ എടുത്തിരിക്കുകയാണ് ഇവർ. അതിൽ നിന്ന് നമ്മൾ ആ ആശയം നമ്മുടെ സ്കൂളിലും ഈ ചുറ്റുപാടും നാടിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ NR അജിത് കുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ KC ശശികുമാർ, റേഞ്ചർ ലീഡർമാരായ ജോൺസ്ലി, ജയശ്രീ M, റോവർ ലീഡർ ബോസ്മോൻ ജോസഫ്, ഗൈഡ് ക്യാപ്റ്റൻ ഷീത കൃഷ്ണ, സ്കൗട്ട് മാനേജർ ധനേഷ് കുമാർ KP എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഞാൻ 6ാം ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന പേരുള്ളൊരു സംഘടനയുടെ, നമ്മുടെ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒരു യൂണിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. സ്കൗട്ട് മാസ്റ്റർ കണ്ണൻ സാറിൻ്റെയും ഗൈഡ് ക്യാപ്റ്റൻ ഗീതാഷൻ ടീച്ചറിൻ്റെയും നേതൃത്വത്തിൽ ഞാൻ 6ാം ക്ലാസ് മുതൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഉള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ പ്ലസ് 1 പ്ലസ് 2 വിഭാഗത്തിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ റോവർ ആൻഡ് റേഞ്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോവർ ലീഡർ ബോസ്മോൻ സാറിൻ്റെയും റേഞ്ചർ ലീഡർ ജയ്സ ടീച്ചറിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ 3 കൊല്ലമായിട്ട് ഈ സ്കൂളിൽ 3 കൊല്ലമായിട്ട് റേഞ്ചറിങ് ആൻഡ് റോവറിങ് നടന്നു പോകുന്നു. ലഹരി എന്ന് പറയുന്നത് വ്യക്തികളെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിപത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു പ്രതിരോധ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ സ്കൂളിലെ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി തന്നെ ഒരു ബോധവൽക്കരണ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നു. സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു സാറാണ് നമുക്കിവിടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു സിഗ്നേച്ചർ ക്യാമ്പയിൻ, ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു പോരുന്നു. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ജാഗ്രത വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. ഞാൻ അഭിനന്ദ് HSS വളയഞ്ചേരി സ്കൂളിൽ പഠിക്കുന്നു. 6ാം ക്ലാസ് അധ്യാപനം മുതൽ ഞാൻ ഇവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡിലെ അംഗമാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നുകൊണ്ടിരുന്നത് കണ്ണൻ സാറും ഗീത ടീച്ചറുമാണ്. ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിയന്ത്രിക്കുന്നതെല്ലാം ബോസ് സാറും ജയശ്രീ ടീച്ചറുമാണ്. ആ റേഞ്ചർ ആൻഡ് റോവർ യൂണിറ്റിലെ ലീഡേഴ്സാണ് അവർ. ഞാൻ അതിൽ റോവർ യൂണിറ്റിലെ അംഗമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലുടനീളം ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു. ആ ഉപയോഗത്തെ തടയുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനമാണ് തൂഫാൻ. അതിനോടൊപ്പം ഞങ്ങൾ റേഞ്ചർ ആൻഡ് റോവർ അംഗങ്ങളും കൈകോർക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.